ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റിതുവിനെ ഞാൻ ആദ്യമായിട്ട് അംഗനവാടിയിൽ കൊണ്ടാക്കാൻ പോവാട്ടോ. ആദ്യമായിട്ട് പറഞ്ഞ പ്രവേശനോത്സവത്തിന് പോയിരുന്നു, എന്നിട്ട് എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നു. ഇന്ന് അവൻ ഇരിക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇരുത്താൻ വിചാരിച്ചിട്ട് പോവുകയാണേ. നമ്മൾ ഇടയ്ക്കൊക്കെ അംഗനവാടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അവനെ അവിടെ ഇരുത്തി പോരുന്നുള്ളൊരു ചിന്തയൊന്നും അവൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലാണെങ്കിൽ അവനവിടെ ഇരുത്തി പോരണല്ലോ, ഭയങ്കര ഇടങ്ങാറായിട്ടോ ഞാൻ അവനെ മാറ്റിക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് പപ്പേനെ വിളിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ഇറങ്ങിട്ടോ. പുതിയ കൊട, ബാഗ്, വാട്ടർ ബോട്ടിൽ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ എക്സൈറ്റ്മെന്റിൽ മാറ്റി ഇറങ്ങി അച്ഛനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ അവന്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് നടന്നതാ ഒറ്റയ്ക്ക് പോവുകയാണേ. നമ്മളെപ്പോഴും ദേഷ്യം വരുമ്പോഴും തല്ലിടുമ്പോഴൊക്കെ അന്നെ ഞാൻ അംഗനവാടി കൊണ്ടാക്കൂട്ടോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് അവൻ അംഗനവാടിക്ക് പോവായപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അവനിൻ്റെ അടുത്തുനിന്ന് പോകണതിൻ്റെ ഒരു സങ്കടമായിരുന്നു കേട്ടോ. പറയുമ്പോഴൊന്നും അത്ര ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് ഇതാ ആക്കി കൊടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇടങ്ങേറ് എത്രയെന്ന് മനസ്സിലായി തുടങ്ങിയത് കേട്ടോ. ആളിതാ നോർമലായിട്ട് തന്നെ അംഗനവാടിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഉള്ളിലുള്ള സ്ലൈഡിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞാനും കുറച്ച് നേരമൊക്കെ അവനോട് അവിടെ നിന്നിട്ട് പിന്നെ ഒരു ഉമ്മയൊക്കെ മേടിച്ചിട്ട് എല്ലാം അവിടുന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ആ ഇരിക്കുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നേ. അവന് പിരിയണ ഒരു സങ്കടം ഉണ്ടെങ്കിൽ കൂടെ പിന്നെ എന്താ ഉണ്ടായതെന്ന് ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ.